ബ്രില്യൻറ്റിന്റെ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അവർ നേടിത്തരുന്ന റിസൾട്ടുകളാണ്. ഈ റിസൾട്ടുകൾ ഓരോന്നും സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ബ്രില്യൻറ്റ് എല്ലാ കാലവും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാറുള്ളത് ഒരു കാര്യം മാത്രമാണ്. സംസ്ഥാനത്ത് പഠിക്കാൻ മിടുക്കരായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക. 39 വർഷക്കാലം മുൻപ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇവിടുത്തെ 4 അധികാരികളും കൂടി ചേർന്നെടുത്ത ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റിന് ഒരു വലിയ തെളിവ് കൂടി തരാം. ആ തെളിവ് മറ്റൊന്നുമല്ല, നിരവധി വർഷങ്ങളായി സംസ്ഥാനത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് ബ്രില്യൻ സ്റ്റഡി സെന്റർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഒന്നാം റാങ്കുകൾ. ഒരു 14 വർഷം പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് 2009 തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, അന്ന് നീറ്റ് എൻട്രൻസ് എക്സാം എന്ന ഒറ്റ പരീക്ഷയായിരുന്നില്ല ഉണ്ടായിരുന്നത്. കേരള മെഡിക്കലിനും ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന പേരിൽ മറ്റൊരു എക്സാമും എയിംസിൽ പ്രവേശനം നേടണമെങ്കിൽ അതിന് വേറൊരു എക്സാമുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വർഷം സംസ്ഥാനത്ത് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രില്യൻറ്റിലെ ജെയ്ബൻ ജോർജ് എന്ന വിദ്യാർത്ഥിയായിരുന്നു. ജെയ്ബൻ തന്നെയായിരുന്നു എയിംസിലേക്കുള്ള പ്രവേശന പരീക്ഷയിലും ആ വർഷം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2012 ശില്പ എം പോൾ എന്ന ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയാണ് സംസ്ഥാന തലത്തിൽ നമുക്കെല്ലാം അഭിമാനമായി തീർന്നുകൊണ്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കി എയിംസ് ഡൽഹിയിൽ ഉപരിപഠനം സാധ്യമാക്കിയത്. 2013 എടുക്കുകയാണെങ്കിൽ ഗോകുൽ ജി നായർ എന്ന ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയാണ് സംസ്ഥാന തലത്തിൽ ആ വർഷം 1-ാം സ്ഥാനം കരസ്ഥമാക്കി കേരളത്തിലെ അഭിമാന താരമായത്. ഗോകുലും എയിംസ് ഡൽഹി തന്നെയാണ് തന്റെ ഉപരിപഠനത്തിനായി തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ 2013 നീറ്റ് എൻട്രൻസ് എക്സാമിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ലിൻഡ തോമസ്. ലിൻഡ എന്ന വിദ്യാർത്ഥിനിയും തന്റെ എയിംസ് എന്ന സ്വപ്നം സാധ്യമാക്കി. 2014 ബേസിൽ കോശി സജീവ് എന്ന വിദ്യാർത്ഥിയാണ് കേരള തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഈ വലിയ നേട്ടം കൈവരിച്ചതിലൂടെ ബേസിലും തന്റെ എയിംസ് എന്ന സ്വപ്നം സാധ്യമാക്കി. 2016 മുഹമ്മദ് മുനവീർ എന്ന വിദ്യാർത്ഥിയാണ് കേരളത്തിന് അഭിമാനമായ നേട്ടം കൈവരിച്ച് സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തിന് അർഹനായത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ചരിത്രത്തിൽ ഇതുവരെ ആർക്കും കൈവരിക്കാൻ സാധിക്കാത്ത ഒരു വലിയ വിജയമായിരുന്നു മുഹമ്മദ് മുനവീർക്ക് കൈവരിക്കാൻ സാധിച്ചത്. 960 960 മാർക്ക് കരസ്ഥമാക്കിയാണ് മുഹമ്മദ് ഈ സംസ്ഥാനത്തിന് അഭിമാന നേട്ടമായത്. 2017 സംസ്ഥാനത്ത് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയായ ഡെറിക് ജോസഫ് എന്ന മിടുക്കനായിരുന്നു. അദ്ദേഹവും എയിംസ് ഡൽഹിയിലായിരുന്നു ഉപരിപഠനം സാധ്യമാക്കിയത്. 2018 എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജസ് മരിയ ബെന്നി എന്ന ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിനിയാണ്. ജസ് മരിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്റെ ഉപരിപഠനത്തിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. 2021 കേരള തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയത് ഗൗരി ശങ്കർ. എയിംസ് ഡൽഹിയിലാണ് ഗൗരി ശങ്കറും തന്റെ ഉപരിപഠനം സാധ്യമാക്കിയത്. 2022 അതായത് കഴിഞ്ഞ വർഷം ഉയർന്ന സ്കോർ കരസ്ഥമാക്കി കേരളത്തിന് ഏറ്റവും അഭിമാനമായി തീർന്നത് നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനി നന്ദിതയായിരുന്നു. നന്ദിതയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു MBBS എന്നതും അതിലുപരി എയിംസ് ഡൽഹിയിലായിരിക്കണം തന്റെ MBBS പഠനം പൂർത്തിയാക്കേണ്ടത് എന്നതും. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ മെഡിക്കൽ 1-ാം റാങ്കുകളെങ്കിൽ ഇനി എഞ്ചിനീയറിംഗ് രംഗത്ത് താരതമ്യപ്പെടുത്താനാവാത്ത വിജയ ചരിത്രം സൃഷ്ടിച്ച ബ്രില്യൻറ്റിന്റെ ആ നാൾ വഴികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2005 അതായത് ഏകദേശം 18 വർഷം പുറകോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിനോയ് ജോബ് എന്ന ബ്രില്യൻ വിദ്യാർത്ഥിയായിരുന്നു ആ വർഷം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അദ്ദേഹം IIT മദ്രാസിൽ ഉപരിപഠനം നടത്തുകയും ചെയ്തു. 2011 നോക്കുമ്പോൾ ദിലീപ് കെ കൈനകരെയാണ് ആ വർഷം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അദ്ദേഹവും IIT മദ്രാസിലാണ് തന്റെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയത്. 2022 ദിലീപ് കെ കൈനകര സിവിൽ സർവീസ് എക്സാമിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇപ്പോൾ IAS പദവിയിൽ തുടരുകയും ചെയ്യുന്നു. 2012 കേരള എഞ്ചിനീയറിംഗ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബിനു ജോർജ് എന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹം തന്റെ എഞ്ചിനീയറിംഗ് പഠനം IIT മദ്രാസിൽ പൂർത്തിയാക്കി. ആൽബിൻ ജോസ് ഇദ്ദേഹമാണ് 2013 കേരള തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി IIT ബോംബെയിൽ തന്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത്. 2014 റിതുൽ പി എന്ന വിദ്യാർത്ഥിയാണ് ബ്രില്യൻറ്റിൽ നിന്നും ഏറ്റവും അഭിമാനപൂർവ്വം കേരള എഞ്ചിനീയറിംഗിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി IIT മദ്രാസിൽ ഉപരിപഠനം പൂർത്തിയാക്കിയത്. 2016 റാം ഗണേഷ് എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ് കേരള എഞ്ചിനീയറിംഗിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി IIT മദ്രാസിൽ
പ്രവേശനം നേടിയെടുത്തത്. 2018 അമൽ മാത്യു എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി IIT ബോംബെയിൽ അഡ്മിഷൻ നേടിയെടുത്തു. 2019 വിഷ്ണു വിനോദ് എന്ന നമ്മുടെ വിദ്യാർത്ഥിയാണ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. IIT മദ്രാസിൽ തുടർ പഠനവും നടത്തുന്നു. 2020 വരുൺ KS എന്ന വിദ്യാർത്ഥിയാണ് ബെർലിനിൽ നിന്നും ഏറ്റവും അഭിമാനപൂർവ്വം കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി IIT ബോംബെ ഉപരിപഠനം പൂർത്തിയാക്കിയത്. 2021 ഫയസ് ഹാഷിം എന്ന നമ്മുടെ വിദ്യാർത്ഥിയാണ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. തുടർ പഠനത്തിനായി IIT ബോംബെയാണ് അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുത്തത്. 2022 അതായത് കഴിഞ്ഞ വർഷം വിശ്വനാഥ് വിനോദാണ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. രാജ്യത്തെ പ്രസ്റ്റീജ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഹൈ ക്വാളിഫൈഡ് പഠനം മലയാളി വിദ്യാർത്ഥികൾക്കും സുലഭമാണ് എന്ന് കാണിച്ചു കൊടുത്തത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. രാജ്യത്തെ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിച്ചേർന്നാലും അവിടെ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ 90% ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് എന്ന് ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസുകൾ എടുത്തു നോക്കൂ, അവിടെയും ബ്രില്യന്റിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ് കൂടുതൽ. നല്ല മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നുമുള്ള ബ്രില്യന്റിലെ ഫാക്കൽറ്റീസും എല്ലാം ആവുമ്പോൾ ബ്രില്യൻ ഫാമിലിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും എപ്പോഴും ബ്രില്യൻ്റ് ആയിരിക്കും. 1ാം റാങ്കുകാരോടൊപ്പം തന്നെ വിജയിച്ചവരാണ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എണ്ണമറ്റത്ര വിദ്യാർത്ഥികൾ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മുന്നോട്ടുള്ള ജീവിതപാതയിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.